ഇസ്രായേൽ ഗസ യുദ്ധം 76 ദിവസം പിന്നിടുമ്പോൾ സമാനതകളില്ലാത്ത കൊടും ക്രൂരതയാണ് ഗസയിലേക്ക് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മൊസാദ് തലവൻ ഖത്തറുമായി സംസാരിച്ച് വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇസ്രായേൽ പ്രസിഡന്റ് ഞങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധരാണ് എന്ന് ആവർത്തിക്കുമ്പോൾ, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധം ഇങ്ങനെ തന്നെ തുടരുമെന്നാണ്. യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം ആകാശത്തു നിന്നുള്ള വ്യോമാക്രമണമെന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും തലയിൽ ബോംബിടുന്ന അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും തകർക്കുന്ന പക്കാഭീരുത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന ദുരന്തം അത് വളരെ വലുതാണ്. 20,000 കടന്നിരിക്കുന്നു ഗസയിലെ മരണസംഖ്യ, 10,000-ത്തിനടുത്തെത്തിയിരിക്കുന്നു കുട്ടികളുടെ മരണസംഖ്യ, ഏതാണ്ട് 5,000-ഓളം സ്ത്രീകളും മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. അതായത് ഒരു യുദ്ധത്തിൽ സമീപകാലത്ത് ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയിരിക്കുന്ന യുദ്ധമാണിത്.